ഞാൻ പാസ്റ്റർ ടി വി തോമസിനോടുകൂടെ 2.5 വർഷം അവിടെ ആലപ്പുഴ ഞാൻ താമസിച്ചു. അദ്ദേഹത്തിന് ഒരു ഉദാഹരണങ്ങൾ പഴയ ആളുകളുടെ ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, വീട് പണിതിനെ കുറിച്ച് ഒരു പ്രസംഗത്തിൽ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾക്ക് മനഃപ്പാടമായിരിക്കും. ഒരു വീട്ടിൽ ഒരു ധനാഢ്യ സ്ത്രീയും ഒരു വേലക്കാരിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേലക്കാരിയായ ആ സ്ത്രീ ഒരു ദിവസം പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? അത് ഞാൻ സ്വർഗത്തിൽ പോയി, എന്നിട്ട് അവിടെ ഒരുപാട് വീടുകളുണ്ട്. എങ്ങനെ നല്ല വീടുകളൊക്കെയാണോ? അങ്ങനെ കൊണ്ടുപോയി ഒത്തിരി വീടുകൾ കാണിച്ചു. ഒരു വീട് നല്ല രീതിയിൽ അതെല്ലാം പൂർത്തീകരിക്കും, അല്പം കൂടെ പൂർത്തീകരിക്കാനുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നിന്റെ വീടാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ അവൾ പറയാണ്, എൻ്റെ വീട്ടിൽ വേല ചെയ്യുന്ന പാത്രം കഴിയുന്ന ഇവളുടെ വീട് ഇത്രയും മനോഹരമാണെങ്കിൽ എൻ്റെ വീട് എന്തൊരു ഉഗ്രനായിരിക്കും. ഉടനെ അവൾ ഇടയ്ക്ക് ഒരു പറഞ്ഞു, എൻ്റെ വീട് കണ്ടു എങ്ങനെയുണ്ട്? അതേ കുറച്ച് 1-2 കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ പണിയൊന്നും നടന്നിട്ടില്ല. അവൾക്ക് ആ ധനാഢ്യ സ്ത്രീ സ്തംഭിച്ചു പോയി. അതെന്താ? അത് ഞാനും ചോദിച്ചു ദൈവദൂതനോട്, എന്താ എൻ്റെ യജമാനത്തിയുടെ കെട്ടിങ്ങനെ കിടക്കെന്ന് പറഞ്ഞു. ഇങ്ങോട്ടേ ഒന്ന് ആദ്യമൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഒരു മെറ്റീരിയൽസ് അയച്ചു വന്ന് പിന്നെ ഒന്നും തന്നിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ അറുത്ത കൈക്ക് ഉപ്പ് വെക്കാതെ തുടങ്ങി. ഈ വേലക്കാരത്തേക്ക് ഒരു സമയത്ത് ആഹാരം കൊടുക്കത്തില്ല, വെള്ളം കൊടുക്കത്തില്ല, ആരെങ്കിലും കയറി വന്ന് കൊടുക്കും. അതായത് സൽപ്രവൃത്തി ഇല്ലാതെ പോയി. സൽപ്രവൃത്തികൾ ഒരു വീടിൻ്റെ മെറ്റീരിയൽസ് ആണ് പണിത് വരികയാണ്. നാം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ഓരോ ദിവസവും പണിതുയർത്തി ഒടുവിൽ പൂർത്തീകരിക്കുമ്പോൾ നാം വളരെ അഭിമാനത്തോടെ എല്ലാവരെയും കൂട്ടിവരുത്തി സന്തോഷത്തോടെ പ്രവേശിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട നമ്മുടെ ഈ വിശുദ്ധനും തൻ്റെ ഒരു വീടിൻ്റെ പണി 7 വർഷങ്ങൾക്ക് തുടങ്ങി, തന്നെ അറിവ് വെച്ച പ്രായത്തിൽ കർത്താവിനായി ഹൃദയം കൊടുത്ത് തുടങ്ങിയ ആ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണ്. ജീവിതവും ശുശ്രൂഷയും നമുക്കൊരു സൈനിക സമരത്തിൽ ഉപമിക്കാൻ കഴിയും. ഒരു സൈന്യത്തിൽ ചേർന്നാൽ പിന്നെ ഒന്നുമില്ല. ഈ പട്ടാളക്കാരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അവരെ അവിടെ ഒന്നും ചിന്തിക്കാൻ വിടത്തില്ല. എല്ലാം കഴിഞ്ഞ് രാത്രി ചെന്ന് കിടന്നു കഴിഞ്ഞാൽ രാത്രിയിൽ നല്ല വയറ് നിറച്ച് ഫുഡ് കൊടുത്തിട്ടാണ് ഇഷ്ടം പോലെയാണ് കഴിക്കാനുള്ളത്. നോൺ വെജൊക്കെ എല്ലാം വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ നേരെ കൊണ്ടുപോകുന്നത് സ്റ്റഡി ക്ലാസ്സാണ്. അവിടെ ഓഫീസർമാർ കയറി അങ്ങ് പറച്ചിലാണ്. 67 യുദ്ധം നടന്നു, 62 യുദ്ധം നടന്നു, അത് നടന്നു. ഈ കഥയെല്ലാം കേട്ടങ്ങ് മടുത്തങ്ങ് ഉറങ്ങും. എന്തിനാണെന്നറിയാം? മനഃപൂർവ്വം ഈ കഥയെല്ലാം കേട്ട് ഉറക്കം തൂങ്ങി അവര് നേരെ വിട്ടു കഴിഞ്ഞ് ചെന്ന് അവരുടെ സ്ലീപ്പിംഗ് ബാഗ് കയറുക, ഉറങ്ങും. എന്തിനാ? അവർ തന്ത്രമാണ്. ഇല്ലാതെ നേരത്തെ വിട്ടാലേ ചെന്ന് എൻ്റെ ഭാര്യ എങ്ങനെ ഇരിക്കുന്നു, പിള്ളേർ പള്ളിക്കൂടത്തിൽ പോയോ, അമ്മയ്ക്ക് മരുന്ന് മേടിച്ച് കാണുമോ, ഇതൊക്കെ ചിന്തിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചിന്ത പോകും. വിടാതിരിക്കാനുള്ള തന്ത്രമാണ് നല്ല വയറ് നിറച്ച് ഫുഡ് കൊടുത്ത അവനെ ബോറടിപ്പിക്കുന്ന പ്രസംഗം. ഒന്നും മനസ്സിലാകത്തില്ല. എന്നോ നടന്ന യുദ്ധം, എങ്ങും നടന്നാ അത് പോയി, ഇതിലെ പോയി, ഇതെല്ലാം ബോറടിച്ച് മനസ്സാകെ ക്ഷീണിച്ച് എവിടെയെങ്കിലും കിടന്നാൽ മതി, ഉറങ്ങാൽ മതി. അവനെ വീട് ചിന്തിക്കാൻ വിടത്തില്ല. സ്തോത്രം. കർത്താവിന്റെ ശുശ്രൂഷകർ നാട് വീണ്ടും വിട്ട് പുറപ്പെട്ടാൽ പുറകോട്ട് ചിന്തയ്ക്ക് അവസരം കൊടുക്കാതെ നടത്തുവാൻ വേണ്ടിയാണ് അവർക്ക് പരീക്ഷകളും ശോധനകളും വരുന്നത്. ശോധനകളും പരീക്ഷകളും നിന്ദകളും പരിഹാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലെന്ന് വരികയില് അവൻ ഒരുപക്ഷെ പുറകോട്ട് ചിന്തിച്ചേക്കാം. അവനെ ചിന്തിക്കാൻ വിടാതെ അവനെ എപ്പോഴും എൻഗേജ്ഡ് ആക്കി വെക്കുകയാണ് ദൈവം. ചിലപ്പോൾ വിചാരിക്കും ഒരു സഭയുടെ പ്രശ്നം നല്ല സഭയാ, എല്ലാം വളരെ സ്മൂത്താണ്, എവിടുന്നോ വരുന്ന ഒരു വിഷയം. എന്തിനാണെന്നറിയാമോ? നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയി ദൈവത്തെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇതിനെന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, ആ പ്രശ്നം എന്ത് ചെയ്യണം. നമ്മളെ അങ്ങനെ നിർത്തി നമ്മുടെ ഈ സൈനിക സേവനത്തിൽ നാം ഈ മുന്നണിയിൽ യുദ്ധം ചെയ്ത് എത്രയോ ശത്രുക്കളിൽ പോരാടിയാൽ ഒരിക്കലും തോൽവി സമ്മതിക്കാതെ, തോൽക്കുവാൻ ഇടവരാതെ നാം എത്രയോ ആ പോരാട്ടങ്ങളിൽ മുന്നണിയിലും പിന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്ത് നാം ഒടുവിൽ ജയാളികളായി ദൈവത്തിന് വലിയ ബഹുമതിക്ക് ആദരവിന് അർഹരായിത്തീരുകയാണ്. ഇത്രയും സുദീർഘമായ 1/2 നൂറ്റാണ്ട് കാലത്തോളം ശുശ്രൂഷയ്ക്ക് വന്ന നാൾ മുതൽ എത്രയോ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ വന്ന് എല്ലാം കൃപയാൽ, ആരുടെയും സാമർഥ്യം കൊണ്ടല്ല, കൃപയാൽ ജയാളിയായി തീർന്ന് ഒടുവിൽ യുദ്ധം ജയിച്ച് താൻ ഒരു ആദരവ് വാങ്ങിക്കാൻ പോയിരിക്കുന്നു. ഈ ഇന്ത്യ നമ്മുടെ ഗവൺമെന്റിൽ നോക്കിയാൽ സൈനിക സേവനത്തിനാണ് എത്രയോ കലാകാരന്മാരും സാഹിത്യകാരന്മാരും മരിച്ചപ്പോൾ അടക്കാൻ പോലും വെള്ളം ആളിലായിരുന്നു. എത്രയോ രാഷ്ട്രീയക്കാര്, അവർക്ക് പോലും ചില കാരണവശാല് ജനം അവരെ തള്ളിക്കളയും. പക്ഷേ
നമ്മുടെ നാട്ടിൽ സൈനിക സേവനം നടത്തുന്ന ഒരു ദരിദ്രനെ പോലും സൈന്യം മറക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും ഒരു സൈനികന്റെ അടക്കാരം എനിക്ക് പോയി നോക്കണം. അവിടുന്ന് എല്ലാ വിധത്തിലുള്ളതായ ബഹുമതിയോടുകൂടെ അവർക്ക് ഓരോ ടൈമുണ്ട്. ആ പോലീസുകാർ വന്ന അവര് തോക്ക് പിടിച്ച് നിന്ന ആകാശത്തേക്ക് സമയം അവർ ആചാരം വെടിവെച്ച് ഒടുവിൽ ആ തോക്ക് തലതിരിച്ച് പിടിച്ച തോക്കയുടെ കൊഴൽ താഴ്ത്തി തിരിച്ചു പിടിച്ചിട്ട് ഒരു സല്യൂട്ട് അടിച്ചിട്ട് അതിങ്ങനെ അവർ കടന്നു. കാരണം എത്ര ദരിദ്രരുടെ ജനിച്ചാലും ശരി, ഏത് ഭാഷ ജനിച്ചാലും ശരി, രാജ്യത്തെ സേവിച്ചവനെ രാജ്യം മാനിക്കുന്നുണ്ടോ ഇന്നും വളരെ 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 ശുഭോദർക്കമായ കാര്യമാണ്. ഇതുപോലെ ഒരുപക്ഷെ ബാക്കി എന്തെല്ലാം കാലം കുറവന്നാലും കർത്താവിന് രാജ്യത്തെ സേവിക്കുന്നവന് ഒരിക്കലും അവന് ലഭിക്കുന്ന ആദരവിനോ പ്രതിഫലത്തിനോ ഒരു മാറ്റം വരികയില്ല. അവൻ അരുളി ചെയ്തിരിക്കുന്ന ഒരു അപ്പനെ ശുശ്രൂഷിക്കുന്ന മകൻ അപ്പൻ ആദരിക്കുന്നത് പോലെ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ ഞാൻ ആദരിക്കും. സ്തോത്രം. വീരചക്ര, പരമവീരചക്ര ഇതൊക്കെ കൊടുത്ത മരണാനന്തര ബഹുമതികൾ കൊടുത്ത് അവരെ ബഹുമാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? രാജ്യത്തെ ചേർച്ചതായ സേവനങ്ങൾ. അതുപോലെ നമ്മുടെ രാജ്യത്തെ സേവിച്ചതായ അനേക ആളുകളെ അവര് മരിച്ചതായ വേളയിൽ അനേക രാജിക്കെട്ടുണ്ട്, വീർഭൂമിയുണ്ട്. ഓരോരുത്തരെയും ഓരോ സ്ഥാനം, രാജീവിനെ, ഇന്ദിരാഗാന്ധിയെ, മഹാത്മജിയെ രാജ്ഘട്ടിൽ ഇങ്ങനെ ഓരോ അന്ന് ഈ സ്ഥലമൊക്കെ നല്ല മനോഹരമായി സൂക്ഷിച്ചിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണ്ണ് തൊട്ട് ചുംബിക്കാൻ തോന്നുന്ന രീതിയിൽ. കാരണം രാജ്യത്തിന് കൊടുത്തതായ സേവനത്തിന് ഈ രാജ്യം കൊടുക്കുന്നതായ ബഹുമതി. ഈ ലോക ഗവൺമെന്റ് ഇങ്ങനെയാണ്. സ്വർഗീയ ഗവൺമെന്റ് തന്നെ അനവരതം സേവിച്ച് ഈ അടക്കളത്തിൽ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയും വിശ്വാസത്തിന് പോരാടി ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത വ്യക്തിയെ എത്രയധികം മാനിക്കും. ഒരധ്വാനത്തിനും ഒരിക്കലും പ്രതിഫലമില്ലാതെ പോകുകയില്ല. നെഹ്റുവിനെ കുറിച്ച് അറിയാമോ? നെഹ്റുവിന്റെ കുടുംബം ഇന്ത്യ വിലയ്ക്ക് വാങ്ങുവാൻ സ്ഥാനാർത്ഥിയിലാണെന്ന് ആരോ പറഞ്ഞു. എനിക്കറിയാം, കേട്ടിട്ടുള്ളൂ. അത്ര ധനാഢ്യ കുടുംബം. അതായത് അഹമ്മദാബാദിലെ ഒരു ധനാഢ്യനായ ഒരു അഭിഭാഷകനായ മോത്തിലാലിന്റെ മകനാണ് നെഹ്റു. നല്ല കൊട്ടാര സമാനമായ ജീവിതം. ഗാന്ധിജി പോയി പ്രസംഗിച്ചു. ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ ഇറങ്ങി പുറപ്പെടണമെന്ന് കേട്ടപ്പോൾ രക്തം തിളച്ചു. നല്ല സുഖഭോഗമായി ജീവിച്ചിരുന്നതായ ആ ധനികന്റെ മകൻ നെഹ്റു നേരെ സ്വാതന്ത്ര്യ സമരത്തിനായി ഇറങ്ങി. അനേക തവണ ബ്രിട്ടീഷ് പോലീസുകാർ അടികൊണ്ടു. ഏതാണ്ട് 9 തവണയായി 10 വർഷം ജയിലിൽ കിടന്നു. എന്തിനു വേണ്ടി? എന്റെ രാജ്യത്തെ നേടിയെടുക്കണം, എന്റെ സഹോദരങ്ങളെ അടിമത്തിൽ വിടുവിക്കണം. അതുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ചോദ്യത്തിന് വേറൊരു പേര് അവിടെ ഇല്ലായിരുന്നു. അവിടെ വന്നത് ഈ നെഹ്റുവിന്റെ പേരാണ്. സ്തോത്രം. ഞാൻ പറയാൻ കാരണം, സ്വർഗം തന്നെ സേവിക്കുന്നവർക്ക്, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഏറ്റവും ആദരവ് കൊടുക്കും. നമ്മുടെ പ്രിയപ്പെട്ട ബാബുച്ചാനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്ക് 4 അധികം ചെറുപ്രായം മുതൽ തന്നെ ദൈവത്തിന്റെ ഭവനത്തിൽ വന്ന് കഷ്ടവും പട്ടിണിയും പ്രയാസവും അനുഭവിച്ച് കർത്താവിന് വേലക്കിറങ്ങിയ ശേഷം ശുശ്രൂഷയുടെ ബന്ധത്വം എല്ലാം അനുഭവിച്ച് താൻ കഷ്ടങ്ങളെല്ലാം സഹിച്ച് സുസ്മരവതനായി തന്റെ മുഖത്തിന്റെ പുഞ്ചിരിക്കോ തന്റെ ഭാവത്തിനോ മാറ്റം വരാതെ എന്ന് നോക്കിയാലും എപ്പോൾ നോക്കിയാലും ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും നീറ്റായ മനുഷ്യൻ. രാത്രി ഇങ്ങനെ ആരെ കൊണ്ട് പറ്റും? രാത്രിയിൽ നല്ല ഷീറ്റ് വിരിച്ചിട്ട് കിടന്നാൽ രാത്രിയിൽ തിരിഞ്ഞു കിടക്കുന്നെങ്കിൽ ഇരുന്നിട്ട് പുറത്തിരിയത്തുള്ളൂ. കാരണം ഇത് ആരെ കൊണ്ട് പറ്റും? നമുക്കാണ് ഓർമ്മ പോലും വരത്തില്ല എത്ര പ്രാവശ്യം രാത്രി അങ്ങോട്ടേക്കൊണ്ടും പറഞ്ഞത്. ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യൻ ആ ബെഡ്ഷീറ്റ് ചുളുങ്ങരുത്. ഇങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ എൻ്റെ അറിവിൽ ഇത്ര കൊച്ചു പ്രായത്തിലില്ല. ഇതുപോലെ ഡീസൻ്റായി പണ്ട് പഞ്ചായത്ത് ആക്കത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പോലും ഇങ്ങനെയില്ലായിരുന്നു. പറയാൻ കാരണം, കർത്താവിന് വേണ്ടി ഒരു കറതീർന്ന ജീവിതം നയിച്ച് ഈ പ്രിയപ്പെട്ട ദൈവം അനുഭവിച്ചത് എല്ലാ കഷ്ടങ്ങൾക്കും പ്രതിഫലവും ഏറ്റുവാങ്ങുവാനായിട്ട് കടന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എനിക്ക് ശുശ്രൂഷകനെ പിതാവുമായിരിക്കും. ഇവിടേക്ക് നിങ്ങൾ ആരോടും ഞാൻ ഒരു ഉപദേശം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഹ്രസ്വമായ വിവരണം എന്തിനാ എല്ലാവർക്കും മനസ്സിലാക്കാണമല്ലോ. ഇവിടെ അപ്പനമ്മമാർ നിങ്ങളുടെ മക്കളെ ഇത്ര മഹത്വമേറിയ ശുശ്രൂഷകൾ കൊടുക്കണം. ഇവിടെ ചെറുപ്പക്കാർ നിൽക്കുമ്പോൾ ഞങ്ങൾ ബാബുപ്പച്ചെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോയാൽ പോരാ. ആ ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് കടന്നു വരുവാനായിട്ട് തീരുമാനിക്കണം. ഈ കാലഘട്ടങ്ങളിൽ വർഷത്തിൽ എത്ര വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ, മെഡിസിൻ കൂടെ പഠിച്ചവര് ശുശ്രൂഷയ്ക്ക് വന്ന എന്തുകൊണ്ടാണ്? ഈ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെ കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് ലഭിച്ചതുകൊണ്ടാണ്. ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ച് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു. അവര് ഹോർ പർവ്വതത്തിൽ ചെന്നു. അവിടെ പർവ്വതത്തിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. ജനങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഹോർ പർവ്വതത്തിലേക്ക് 3 പേര് കയറിപ്പോയി. മോശ, അഹരോൻ,
അടുത്തത് അഹരോൻ എലയാസ്. 3 പേര് കയറി പോകുന്ന ജനം നോക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞതിന് ശേഷം അവിടെ ആ ദൈവം നേരത്തെ പറഞ്ഞിരുന്നു അഹരോന്റെ സമയമായി അഹരോൻ പോർവ്വത്ത് വെച്ച് മരിക്കും. കുറെ കഴിഞ്ഞ നോക്കുമ്പോൾ മലയിറങ്ങി വരുന്നുണ്ട്. 3 പേര് പോയി 2 പേര് വരുന്നുള്ളൂ. ഒരാൾക്ക് എന്ത് സംഭവിച്ചു? അഹരോനെ മരിച്ചടക്കി. എന്നാൽ ഒരു പ്രത്യേകത എന്താണ്? ദൈവം പറഞ്ഞതനുസരിച്ച് അഹരോനോട് വെച്ച് മരിച്ചപ്പോൾ മോശ അഹരോന്റെ പൗരോഹിത്യ വസ്ത്രം ഊരി മകനായ എലയാസിനെ തിരിച്ചു. ആ വസ്ത്രം ഇന്നും ബാക്കിയുണ്ട്. നമ്മളെ വിട്ടു കടന്നു പോകുന്ന പിതാക്കന്മാർ ചെയ്ത ശുശ്രൂഷ, അവരുടെ ജീവിതം, അവരുടെ സ്വഭാവം, അവരുടെ മാതൃക, അവർ പോയ പാതയിൽ ആര് പോകും? ഈ വസ്ത്രം ഏറ്റുവാങ്ങാൻ ആരുണ്ട്? ഈ ശുശ്രൂഷ ഏറ്റുവാങ്ങാൻ ആരുണ്ട്? ഈ വിളി ഏറ്റെടുക്കാൻ ആരുണ്ട്? ഈ ദൈവത്തെ അനുസരിപ്പാൻ ആരുണ്ട്? ഇങ്ങനെ പ്രതിഷ്ഠിക്കാൻ ആരുണ്ട്? ഇങ്ങനെ സകലം വിട്ടുവരാൻ ആരുണ്ട്? ഈ സിയോന്റെ വെളിപ്പാടിന് വേണ്ടി ജീവനെ പാനീയം കൊടുക്കാൻ ആരുണ്ട്? ആ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി. നമ്മളെ വിട്ടുപോയ വിശുദ്ധന്മാരെ ഒരിക്കലൂടെ കാണുന്നതായ നിമിഷം വരുന്നുണ്ട്. സ്തോത്രം. അതേ, നാം സ്വർഗത്തിൽ പോകുന്നു. എന്തിനും അടുത്ത സമയത്ത് അങ്ങനെ ഒരു ഭാഗം കിട്ടി. ഞാൻ വളരെ നിസ്സാരാന്ന് വിചാരിച്ച് ഞാൻ പ്രസംഗിച്ചെങ്കിലും ഒരുപാട് നാം എന്തിന് സ്വർഗത്തിൽ പോകണം ചോദ്യത്തിന് ഉത്തരം ചില കാര്യങ്ങളും. അതിലൊരു പ്രധാന കാര്യം, നാം ഏറെ സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ച വിശുദ്ധന്മാർ നാം പലപ്പോഴും ഇവരെന്ന് ജീവിച്ചത് നന്നായിരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ താവേ, ഇവരെന്നും ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചിട്ടേ അവർ മരിക്കാവൂ എന്ന് ജീവിച്ചു. പക്ഷേ അവർ മരിച്ചുപോയി. എന്നാൽ അവരെ അടക്കുന്നതായ വേളയിൽ എന്നെപ്പോലെ ഏതോ ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, ഈ മുഖം എന്നേക്കുമായി മായുകയല്ല, ഈ മുഖത്തെ നമ്മൾ വീണ്ടും കാണും. ഇവരിവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയല്ല, പർദീസിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ യേശു വീണ്ടും വരുമ്പോൾ ഈ കടന്നുപോയ വിശുദ്ധന്റെ ആത്മാവിനെ കൊണ്ടുവരും. അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു തേജോ ഒരു ഉയർത്തെഴുന്നേറ്റ് വരും. രൂപാന്തര ശരീരത്തോടെ കർത്താവിനെ എതിരേൽപ്പാനായി എടുക്കപ്പെടും. നാം വീണ്ടും നമ്മളെ സ്നേഹിച്ച് കടന്നുപോയ നാം സ്നേഹിച്ച് കടന്ന വിശുദ്ധന്മാരെ കാണും. ആ ഒരു ശബ്ദം നമ്മളെ എന്നെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നു. അതെ, ഇവരെ ഇനി ഒരിക്കലും കൂടെ കാണണം. ഒറ്റ വഴിയുള്ളൂ. ഇവരെവിടെ പോയോ അവിടെ പോകണം. അതിനാണ് നമ്മുടെ തീരുമാനം. ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, വിശ്വാസികളോടും ശുശ്രൂഷകരോടും നമ്മൾ ഏറെ സ്നേഹിച്ചതാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് പ്രിയപ്പെട്ട തന്റെ ദാസനെ എവിടേക്ക് കൊണ്ടുപോയോ അവിടെ ചെന്നെത്തുവാൻ, പുതിയൊരു ശിരസ്യോനിലെത്തുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. സ്തോത്രം. ഇങ്ങനെ പിതാക്കന്മാർ കടന്നു പോകുമ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഇനിയൊരു 2-3 തല കൂടെ പോയി കഴിയുമ്പോൾ ഇവരെല്ലാം വിശ്വാസികളാണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ദുഃഖം പങ്കെടുക്കുകയാണ്. രാത്രിയാവുമ്പോൾ എഴുന്നേറ്റ് 2-3 തല കൂടെ പോയി കഴിഞ്ഞാൽ വേറെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതെന്തായിത്തീരുമോ, എങ്ങനെയായിത്തീരും അറിയുന്നില്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, നമ്മുടെ കർത്താവ് ഇതിനു മുൻപിൽ ഈ വേല തുടങ്ങിയത് കർത്താവാണ്. ഒരു നിലയിൽ നമ്മൾ 99.9% നമ്മുടെ ആദ്യ വെളിയിൽ നിന്ന് കുറെ മാറിയെന്ന് പറഞ്ഞാലും കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടുന്നില്ല, അവരുപേക്ഷിക്കുന്നില്ല. നമ്മളെ എല്ലാം ശുദ്ധീകരിച്ച് നമ്മളെ വിട്ടു പോകുന്നവരുടെ സ്ഥാനത്താക്കി ഇന്ന് നിന്നവരുടെ സ്ഥാനത്ത് അടുത്ത ഒരാളെ നീ മാറ്റി വയ്ക്കുകയാണ്. കണ്ടോ, സ്തോത്രയുടെ ഒരു അനൗൺസ്മെന്റ് കേട്ടല്ലോ. നമ്മുടെ ഭാവശ്യാല സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട ജോർജ് കുട്ടി പാസ്റ്റർ നിയമിച്ചിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് യുദ്ധത്തിൽ അങ്ങനെയാണ്. ഒരു പടം വരിയിട്ട് അയ്യോ എന്റെ മുമ്പിൽ നെഞ്ചത്ത് പോയല്ലോ, ഇനി അടുത്ത വെടിയുണ്ട് എന്നെ നെഞ്ചത്ത് വരുമല്ലോ. അതൊന്നും ചിന്തിക്കാൻ അവർക്ക് നേരമില്ല, സമയമില്ല. മുമ്പിൽ നിൽക്കാൻ വെടിയേറ്റ് വീണാൽ അങ്ങോട്ട് കയറി നിൽക്കുകയാണ്. ചിലപ്പോൾ നിൽക്കുന്ന അവന്റെ നെഞ്ചത്തായാലും അത് വിഷയമല്ല. അവന്റെ നോട്ടം കാല് നിൽക്കുന്നത് കൂട്ടുകാരന്റെ ബോഡിയുടെ മുകളിലാണോ, അവൻ മരിച്ചു കിടക്കുന്നതോ രക്തമാണോ, അവന്റെ കണ്ണ് നേരെ ശത്രുവിന് നേരെയാണ്. എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ആ ശത്രുവിനെ തകർത്ത് ഈ രാജ്യത്തെ നേടാൻ വേണ്ടിയാണ്. ഇതുപോലെ നമ്മുടെ കണ്ണുകൾ മുൻപോട്ട്, ഹല്ലേലൂയ, വിശ്വാസ കണ്ണുകൾ മുൻപോട്ട്, ശുശ്രൂഷകർ മുൻപോട്ട്. ഈ വേല ദൈവത്തിന്റെ വേല, ഈ വേല ദൈവം ആരംഭിച്ചത് നമ്മുടെ കർത്താവ് വേഗത്തിൽ ഈ പണിയെ പൂർത്തീകരിച്ച് വെളിപ്പെടും. സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നാം നമ്മുടെ കർത്താവിനെയും കാണും. നമ്മുടെ പ്രിയപ്പെട്ടവരായ എല്ലാവരെയും ഒരിക്കൽ കൂടെ കാണാൻ പോകുകയാണ്. അതിന് നാം എന്ത് ചെയ്യണമെന്ന് നാം ഓരോരുത്തരും അവനവന്റെ ഘട്ടത്തിൽ, ഒരു വിശ്വാസിയാണോ, ഒരു പഴയ വിശ്വാസിയാണോ ആ നിലയിൽ, പുതിയ വിശ്വാസിയാണോ ആ നിലയിൽ, ഒരു വൃദ്ധനാണോ, ഒരു യൗവനക്കാരനോ ആ നിലയിൽ, ശുശ്രൂഷകരാണോ ആ നിലയിൽ, ഞാൻ എന്റെ നിലയിൽ, നിങ്ങൾ നിങ്ങളുടെ നിലയിലും ഞാൻ അടുത്തതായിട്ട് എന്ത് ചെയ്യണം?
ഞാൻ എന്തെങ്കിലും പുതിയ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടോ? ഞാൻ പുതുതായി ഒരു ഉടമ്പടി ദൈവം എടുക്കേണ്ടതായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരുത്തേണ്ടതായിട്ടുണ്ടോ? ഞാൻ കുറച്ചുകൂടെ ദൈവത്തോട് എടുക്കേണ്ടതായിട്ടുണ്ടോ? ദൈവത്തിനിടയ്ക്ക് എനിക്കും തന്നുള്ളതായ ആ വിടവ് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ഞാൻ നികത്തേണ്ടതുണ്ട് എന്ന് നാം സ്വയം ചോദിച്ച്, നിങ്ങളാരും എൻ്റെ കുറ്റം പറഞ്ഞാൽ എനിക്ക് പിടിക്കത്തില്ല, ഞാൻ നിങ്ങളെ പറഞ്ഞാലും പിടിക്കത്തില്ല. അതുകൊണ്ട് വചനത്തിന് വെളിച്ചത്തിൽ പരിശുദ്ധാത്മ സഹായത്തോടെ എൻ്റെ കുറ്റത്തെ ഞാൻ കണ്ടുപിടിച്ച്, നിങ്ങളുടെ കുറ്റത്തെ നിങ്ങൾ കണ്ടുപിടിച്ച്, കുറവുകളെ നികത്തി നമ്മൾ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുക. ഇപ്പോൾ ആയിരിക്കും ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുക, ജയം നമ്മുടേതാണ്. ലോകമായുദ്ധം നടന്നപ്പോൾ ജർമ്മനി വന്ന് ഇംഗ്ലണ്ടിനെ ആക്രമിച്ചു. അന്ന് ഇംഗ്ലണ്ടിനെ ഒന്നുമില്ലാത്തൊരു കാലമാണ്. ജർമ്മനി വേറെ ഈസി ആയിട്ട് വന്ന ഈ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് പോകുന്ന നിലയെത്തി. ഞാൻ ഹിറ്റ്ലർ പറഞ്ഞത്, ഞാൻ ബെക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് ഞാൻ ചായ കുടിക്കുന്നു പറഞ്ഞു. ഇംഗ്ലണ്ടുകാരൻ ഞെട്ടിപ്പോയി. അവൻ അത്ര ബോൾഡായിട്ട് പറഞ്ഞു. ഞാൻ ബെക്കിംഗ്ഹാം, ഞാൻ ഇംഗ്ലണ്ട് പിടിച്ചെടുത്ത ബെക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചായ കുടിക്കുമെന്ന് പറഞ്ഞു. ഞെട്ടി, എല്ലാവരും ഭയന്നു. എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രിയാർ ചർച്ചിൽ തന്റെ ജനതയും പട്ടാളക്കാരെ മുഴുവൻ കൂട്ടിവരുത്തി വികാരനിർഭരമായൊരു പ്രസംഗം പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യവും നിങ്ങളിവിടെ ഇല്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ ജീവനെയും ത്യജിച്ച് പോരാടിയാൽ ഈ രാജ്യം നമ്മുടെ കയ്യിലിരിക്കും. ഇന്ന് കാണുന്ന നിങ്ങളെ എനിക്കും കാണാം, എന്നെ നിങ്ങൾക്ക് നാളെ കാണാം. അതുകൊണ്ട് പക്ഷേ രാജ്യം പെട്ടില്ല. നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിന് തരാൻ പണമൊന്നും കയ്യിലില്ല. ഇങ്ങനെ അവർ പ്രസിദ്ധ വാക്കുകൾ നിങ്ങൾക്ക് തരാൻ, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ജീവനെ കൊടുത്ത് പോരാടി മുൻപോട്ട് വന്നാൽ രാജ്യം നിലനിൽക്കും. പക്ഷെ നിങ്ങൾക്ക് തരാൻ എൻ്റെ മക്കൾ ശമ്പളമില്ല, പണമില്ല. എന്നാൽ എനിക്ക് തരാനുള്ളത് കണ്ണുനീരും വിയർപ്പും രക്തവും മാത്രമേ ഉള്ളൂ. ഇത് മതി എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മുൻപോട്ട് ഒരടി നീങ്ങി നിൽക്കട്ടെ എന്ന് പറഞ്ഞു ജനങ്ങൾ നിന്നപ്പോൾ ഒരടി മുൻപോട്ട് നീങ്ങി നിൽക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ വേലയുടെ നിലനിൽപ്പിന് വേണ്ടി കർത്താവ് ഒരുപോലെ ശുശ്രൂഷയും ഈ ഉപദേശവും സത്യവും നിലനിൽക്കുന്നതിന് വേണ്ടിയും ഒരു തീരുമാനത്തോട് ഒരടി നാം മുൻപോട്ട് നിൽക്കുന്നു വരികിൽ നമ്മുടെ വേല കർത്താവ് വരെ നിലനിൽക്കും. ദൈവം ഓരോരുത്തരെയും അവരുടേതായ സമയത്ത് വേർതിരിച്ചിരുന്നാലും ആ സ്ഥാനത്തെ അനേകം എഴുന്നേൽപ്പിച്ച് ഈ വേലയെ ദൈവം തികയ്ക്കും. വിശ്വാസികളെ ധൈര്യപ്പെടുക. നിങ്ങൾക്ക് പിതാക്കന്മാരായി ഇനി അനേകരെ തന്നിട്ടുണ്ട്, ഇനി അനേകരെ ദൈവം തരും. ശുശ്രൂഷകരെ നിങ്ങളും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ദൈവം ഒരു നല്ല പിതാവായി കൂടിയിരുന്നു. കാരണം അപ്പൻ അമ്മ ദേശം വിട്ട് വന്നതായ നമ്മളെ നമ്മുടെ കർത്താവ് ഒരിക്കലും മറക്കുകയില്ല. അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. അവൻ നമുക്ക് എല്ലാമായി കൂടെ നമ്മൾ എഴുന്നടത്തും. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നടക്കാം. എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കണമെന്നുണ്ടോ എന്ന് പരിശോധിച്ചു. എവിടെങ്കിലും തിരുത്താനുണ്ടോ? ഞാൻ ഇതുവരെ ജീവിച്ചതിനേക്കാൾ ഒന്നുകൂടെ ആത്മീയനായി ജീവിപ്പാൻ, നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, പുതിയ സ്ഥലമായി തീരുവാൻ, സിയോനായി തീരുവാൻ, എന്റെ അവകാശം പ്രാപിക്കുവാൻ, യേശു വരുമ്പോൾ അവനെ മുഖാമുഖമായി കാണുവാൻ. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഈ കാണുന്ന ആവശ്യങ്ങളെയും കൂടെ ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്തെല്ലാം തിരുത്തണം എന്നൊന്ന് ഓർത്ത് ഒന്നുകൂടെ ഒരു തീരുമാനം എടുത്ത് ജീവിതത്തിൽ ഒരടി മുൻപോട്ട് വയ്ക്കുന്നവരെയും ഈ ജീവിതം നമുക്ക് ജയമായി തീർക്കാൻ കഴിയും. ഈ വേല നിലനിൽക്കും, ഈ ശുശ്രൂഷ നിലനിൽക്കും. നിത്യതയിൽ അനേക വിശുദ്ധന്മാരോടുകൂടെ നാം കർത്താവിനോടുകൂടെ എന്നേക്കും വസിക്കും. യേശു വരാറായി. നമ്മുടെ പ്രത്യാശ അനുസരിച്ച് പ്രത്യാശ നമ്മുടെ കർത്താവ് ആഹൃതിനോടുകൂടെ വരും. മുമ്പേ മരിച്ചവര് രക്ഷകരായി ഉയർത്തെഴുന്നേറ്റ് വരും. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവരുമായി ചേർന്ന് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പാട്ടോടെ നാം പ്രാക്കളെ പോലെ പറന്നു പോകുന്നുള്ളതായ പാട്ട് എത്ര മനോഹരമാണ്. തീർച്ചയായും യേശു വരുമ്പോൾ നമ്മൾ പറന്നു പോകും. കർത്താവിനോട് എന്നേക്കുമായിരിക്കും. അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി, അതിന് പ്രത്യാശയുള്ളവരായി, ധൈര്യമുള്ളവരായി മുൻപോട്ട് പോകാം. നമ്മുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. സ്തോത്രം. 4 ലക്ഷം ഉള്ളതിനകത്തൊരു പാട്ടുണ്ടല്ലോ, മുൻപേ പോയ വിശുദ്ധരെല്ലാം
അവനോട് സദൃശരാകൂ അയൽക്കാരെന്ന ഭാഷണത്തിൽ അവനോട് സദൃശരാകൂ എന്റെ പോയ വിശുദ്ധരെ കൂടന്നു കണ്ടിടവേ എന്റെ പോയ വിശുദ്ധരെ കൂടന്നു കണ്ടിടവേ ശരീര ശരീരരാ എന്ന് ചേർന്ന് പാടിടവേ ശരീര ശരീരരാ എന്ന് ചേർന്ന് പാടിടവേ കൂടന്നു കണ്ടിടവേ എന്റെ പോയ വിശുദ്ധരാ കൂടന്നു കണ്ടിടവേ വിശുദ്ധരാ കൂടന്നു കണ്ടിടവേ എന്റെ പോയ വിശുദ്ധരാ ആരെങ്കിലും കാണാനുണ്ടോ? കാണാതെ കാണാം. മുഖം മൂടി കുട്ടിയടക്കുക. കണ്ടല്ലോ ആ പലാണ് അല്ല അടച്ചല്ലേ ോടുകൂടെ കർത്താവിനെ എതിരേൽക്കാൻ കഴിയുന്ന പ്രത്യാശയോടെ ജയിപ്പാൻ ഭാഗ്യം കൊടുത്ത സ്തോത്രം നമുക്കെല്ലാം സഹായിക്കുന്നതിനായ സ്തോത്രം വിശ്വാസത്തെ മാതൃകയാക്കി ജയിപ്പാൻ എല്ലാവരും സഹായിക്കുന്നതിനായ വേണ്ടി മരണത്തിന് വിഷമുള്ള പാപം പാപത്തിന് ശക്തി ന്യായ പ്രമാണം ഭർത്താവായ യേശുക്രിസ്തുവിന്റെ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പ്രത്യാശയോടുകൂടെ കോടി അടക്കം ചെയ്യാൻ സഹായിച്ചതിനാ സ്തോത്രം സ്തോത്രം ദേശത്തോട് തന്നെ കാണാനുള്ള വലിയ പ്രത്യാശ കഴിക്കാൻ സ്തോത്രം നാം കേട്ടതുപോലെ അവനെ വിട്ടുപോയ യാത്രയോ വിശുദ്ധന്മാരെ ഒന്നിച്ച് കാണുന്ന സുദിന ഏറ്റുവാസനമായിരിക്കാം സ്തോത്രം ഞങ്ങൾ കേൾപ്പിച്ചതെല്ലാം അതിന് ജീപ്പ നമ്മെ സഹായിക്കണേ നമ്മുടെ അനുഭവമാക്കളെ ആക്കളെ ആശ്വസിപ്പിക്കണേ സ്തോത്രം ശിശുരെല്ലാം അനുഗ്രഹിക്കണേ ഒരുപാട് ആക്കളെ കർത്താവ് വെളിപ്പെടുമ്പോൾ കർത്താവിനെ എതിരേൽപ്പാതുകൊണ്ട് നമ്മെല്ലാം യോഗ്യരാക്കണേ സഹായിക്കണേ ആശ്വാസം എല്ലാവരും നിറയ്ക്കണേ പിതാവാതെ സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ നല്ല കർത്താവേ, പ്രിയപ്പച്ചനിൽ ദൈവം ആരംഭിച്ചതായ പ്രവൃത്തി അതിന് പൂർണ്ണതയിൽ എത്തിച്ചതിനായ സ്തോത്രം.
ചെറിയ പ്രായത്തിലെ കർത്താവിന്റെ ഭവനത്തിൽ കടന്നു വരുവാനും കർത്താവിന്റെ ഭവനത്തിൽ വസിച്ച് കർത്താവ് പലവിധമായ കഷ്ടങ്ങളും പട്ടിണിയും എല്ലാം സഹിച്ചുകൊണ്ട് തുടർന്ന് കർത്താവിന്റെ സേവനം ആരംഭിച്ച് അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ കർത്താവ് പ്രസാദിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുത്തെ നാമം എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തിയതിനായി സ്തോത്രം. അവിടുന്ന് ഇനിയും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാവരും വയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്കൊരു മാതൃക കാണിച്ചെന്ന് കർത്താവ് ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയി. കർത്താവിന്റെ മാതൃകയെ പിന്തുടർന്ന് ഞങ്ങളുടെ വിശുദ്ധന്മാരെ കടന്നു പോകുന്നു. കർത്താവെ, വിശുദ്ധന്മാർക്ക് കാണിക്കുന്നതായ മാതൃകകളും ഞങ്ങളും പിന്തുടർന്ന് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേരുവാനും കർത്താവിനെയും ഞങ്ങളുടെ വിശുദ്ധന്മാരെയും മുഖാമുഖമായി കാണുമെന്നും കർത്താവെ, വിശുദ്ധന്മാരോട് ഒരുമിച്ച് തേജസ്സിൽ വസിക്കാമെന്നുള്ളതായ ഒരു ഭാവി പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. കർത്താവെ, തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണം. ഏകത്തിനെയും കർത്താവ് തന്നെ ബലപ്പെടുത്തി തക്ക സമയത്ത് ദൈവസന്നിധിയിൽ ചേർത്തും എന്റെ ശുശ്രൂഷ മുഖാന്തരം അനേകാത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ, അനേകർ രോഗസൗഖ്യം പ്രാപിക്കുവാൻ, അനേകർ യേശുവിനെ കാണുവാൻ തക്കവണ്ണം, അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് അനുഗ്രഹമായി, ഒരു പിതാവായി ഒരു ജ്യേഷ്ഠ സഹോദരനായി കൂടെ ശുശ്രൂഷ കൃപ ചെയ്തതിനായ സ്തോത്രം. ആലയത്തിലെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തല്ലോ. ഈ സമയത്ത് ശുശ്രൂഷയും കർത്താവ് ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തതിനായ സ്തോത്രം. കർത്താവിനോട് വിശുദ്ധന്മാരെ അതിനായി ശുശ്രൂഷകൾ നിർവഹിക്കുവാനായി ബലപ്പെടുത്തിയതിനായ സ്തോത്രം. തുടർന്ന് ഞങ്ങളെ ഭൂമിയിൽ ശേഷിക്കുന്നു. ഞങ്ങൾക്കുള്ള സൃഷ്ടായുസം ഏറ്റവും മനോഹരമായി നയിച്ച സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയോടുകൂടെ മുന്നേറുവാനും കർത്താവ് ഈ വിടവ് നികത്തത്തക്കവണ്ണം അനേകം പേർ കർത്താവിന്റെ സേവനത്തിനായി ഇറങ്ങി പുറപ്പെടുവാനും അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ നാമത്തിന് മഹത്വമാക്കി തീർക്കണമേ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണം, ശുശ്രൂഷകരെ ആശ്വസിപ്പിക്കണം. കർത്താവെ, ദൈവജനങ്ങളെ ആശ്വസിപ്പിക്കണം. ഇപ്പോൾ എല്ലാവരെയും സമാധാനത്തോടെ അയക്കണമേ. കടന്നു പോകുന്ന വഴിയിലും വാഹനങ്ങളിൽ ദൈവം സൂക്ഷിക്കണം. എല്ലാവിധത്തിലും അവിടുത്തെ പരിശുദ്ധ നാം മഹത്വപ്പെടുത്തി വരവിനായിട്ട് എല്ലാവരും ഒരുക്കിക്കൊള്ളും. മാനവും മഹത്വം അവിടത്തേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കണം നല്ല പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സർവാശ്വാസങ്ങൾ ദൈവത്തിന്റെ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നാം ഓരോരുത്തരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാണ്. വേദനാദത്തോടും ഇടയ്ക്ക് മാറി വെച്ചിരുന്നത് അടിയിൽ ആരെയാ വെച്ച് അടിയിൽ ആരെയാ വെച്ച് ആരോ അറിയത്തില്ല. ഇവിടെ ഇപ്പൊ എഴുത്തൊന്നുമില്ല. ഈ ഉപയോഗക്കാർക്ക് പ്രത്യേകമൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. 4 സെല്ല് അങ്ങനെ മാറ്റണ്ടായിരുന്നു.